ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ARM എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടി. റിവ്യൂ എന്നല്ല, ഞാൻ ആക്ച്വലി എനിക്ക് എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൂവിയുടെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന മൂവിയുടെ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ US-ലാണ്. ഇപ്പോൾ US-ൽ റെയർലിയാണ് മലയാളം മൂവീസ് തിയേറ്ററിൽ ഇറങ്ങുക. ഈ മൂവി US-ൽ ഇറങ്ങി. ഞാൻ സിൻസിനാറ്റി എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ മിൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സിനിമ ഇറങ്ങിയത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഈ തിയേറ്ററിലേക്ക്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയാണ് ഞാൻ ഈ മൂവി കാണാൻ കയറിയത്. മൂവി കാണുമ്പോൾ, പ്രത്യേകിച്ച് 3D മൂവി കാണുമ്പോൾ നമ്മളെപ്പോഴും സെൻട്രൽ സീറ്റ് എടുക്കണം. മേളിൽ നിന്ന് കുറച്ച് താഴെ കറക്റ്റ് സറൗണ്ട് സിസ്റ്റം നമുക്ക് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് 3Dയും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സീറ്റിങ്ങും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പ്ലേസ് ചെയ്ത് ഇരുന്നു, മൂവി കണ്ടു. മൂവിയുടെ റിവ്യൂവിനേക്കാളും കൂടുതൽ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം. മൂവി ആസ് സച്ച് അടിപൊളി മൂവിയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ ഈ മൂവി മേക്കിംഗ് സൈഡ് കൂടുതൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഞാനും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആരോടാണെന്ന് അറിയില്ല, എനിക്ക് മൂവി ഇഷ്ടമായി. കാര്യം ഞാൻ ഭയങ്കര എഫേർട്ട് ഇടണം അങ്ങനത്തെ ഒരു മൂവിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജേണർ ഇങ്ങനെ തന്നെ എടുക്കണം, 3D എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു നമ്മൾ പൊതുവെ മാറി ചിന്തിക്കുന്ന ഒരു ജേണറാണ്. അപ്പോൾ ആ ജേണർ നല്ല രസമായിട്ട് തന്നെ ആൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫുൾ ടീമിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഫ്രം ദ ആക്ടേഴ്സ്, ഡയറക്ഷൻസ്, എല്ലാ മേഖലയിലും എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ മൂവി. അപ്പോൾ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാമായിരുന്നു. പറഞ്ഞാൽ എനിക്ക് കുറച്ച് മോശം എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു, ചിലത് നല്ല എക്സ്പീരിയൻസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സൗണ്ടിൻ്റെ ഭാഗം എനിക്ക് പറയാനുള്ളത്, അത് മിക്കവാറും ഞങ്ങളുടെ അവിടുത്തെ തിയേറ്ററിൻ്റെ പ്രോബ്ലം ആയിരിക്കുള്ളൂ. കാര്യം ഞങ്ങൾ പോകുന്നത് ഈ മലയാളം പടങ്ങൾ റിലീസാവുന്ന തിയേറ്റർ പൊതുവേ കുറച്ച് മോശമുള്ള തിയേറ്ററാണ്. നമ്മുടെ നാട്ടിലിനേക്കാളും മോശമുള്ള തിയേറ്ററാണ്. നല്ല തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ ഈ മലയാളം മൂവീസ് ഇറങ്ങുന്ന തിയേറ്റർ, മൾട്ടിപ്ലെക്സ് തിയേറ്റർ, അത് എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അവിടെ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് വോക്കിൽ ഭയങ്കര സൗണ്ട് കുറവായിരുന്നു. അപ്പോൾ ഈ തുടക്കത്തിൽ നറേഷൻ തന്നെ, മോഹൻലാലിൻ്റെ നറേഷൻ നമുക്ക് BGM സൈഡിൽ നിന്ന് വോക്കലിനേക്കാളും കൂടുതൽ എടുത്ത് നിൽക്കാറുണ്ട്. നമുക്ക് വോക്കലിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായില്ല. ഞങ്ങൾ മോഹൻലാലിൻ്റെ ആ നറേഷൻ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോവാണ്. അതുപോലത്തെ ഒരു രീതിയിലായിരുന്നു. സൗണ്ട് കൂടുതലായിരുന്നു, BGM കൂടുതലായിരുന്നു വോക്കലിനേക്കാളും കൂടുതൽ. അത് ആ പ്രോബ്ലം മൊത്തത്തിൽ മൂവിയിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൻ്റെ പ്രോബ്ലം തന്നെയായിരിക്കുള്ളൂ. അത് ഫ്രണ്ട് വോക്കൽസ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ബേസും ഞങ്ങൾക്ക് അധികം ഫീൽ ചെയ്യുന്നുണ്ടായില്ല. തിയേറ്ററിൻ്റെ പ്രോബ്ലം തന്നെ, ബേസും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. ഇതാണ് സൗണ്ടിനെ പറ്റിയുള്ള എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതൽ പറയാനുള്ളത് എനിക്ക് ഇനി വിഷ്വൽ സൈഡ്, 3D എഫക്ട്സ്. ആകെ ഒരു ഷോ ഉണ്ടായുള്ളൂ 3D. പിന്നെ ഒരു 9:15 രാത്രിയിലത്തെ ഷോ ഉണ്ടായത്, അത് നോർമൽ പ്രൊജക്ഷൻ ആയിരുന്നു. 3Dയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത ഫസ്റ്റത്തെ നല്ല രസകരമായ ഒരു സീൻ എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്നതാണ്. അത് ഇങ്ങനെ കുറേ പേരുടെ പേരുണ്ടെങ്കിൽ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ബാക്കിലേക്കായിട്ട് നിൽക്കുന്നത് ഫീൽ, അത് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നല്ല രസമായിരുന്നു ആ ടൈറ്റിൽ. സിമ്പിൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ്, പക്ഷേ അത് കാണിച്ചേക്കുന്ന രീതി ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നതും, പിന്നെ ഈച്ച് ആൻഡ് എവരി എലമെൻറ്റ്സ് ടൈറ്റിലെങ്കിലും കാണിച്ചതൊക്കെ നല്ല രസമായിട്ട് തന്നെ തോന്നിയിരുന്നു. പിന്നെ മൂവി മൊത്തത്തിൽ അവർ 3D മൂവി ആയതുകൊണ്ട് നല്ല കുറേ 3D എലമെൻറ്റ്സ് കയറ്റിയിരുന്നു. തീപ്പൊരികൾ, വെള്ളത്തിൻ്റെ എഫക്റ്റ്, മിന്നി അങ്ങനെ കുറേ എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ആ ഒരു ഫാൻറ്റസി ജേണലിൽ വരുന്ന ഒരു മൂവിക്ക് വേണ്ട എലമെൻറ്റ്സ് തന്നെയാണ്. അത് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു ആ സീൻസൊക്കെ കാണാനൊക്കെ. പിന്നെ ഒരു നെഗറ്റീവ് രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത്, അതായത് മിക്കവാറും ആ 3Dയുടെ പ്രൊജക്ടറിൻ്റെയും ആവാം, ഞങ്ങൾ കണ്ട തിയേറ്ററിൻ്റെ പ്രോബ്ലം ആവാം. അതിന് കുറച്ച് മേലത്തെ ടോപ്പ് വ്യൂ ഒക്കെ കാണിക്കുന്നത്, ഒരു ഉത്സവം കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്, ഒരു അമ്പലത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയറൊക്കെ കാണിക്കുന്നത്. അത് ഭയങ്കര മിനിയേച്ചർ ടോയ് സെറ്റപ്പ് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റാണ്, പക്ഷേ കുറേ മിനിയേച്ചർ ഫീല് നമുക്ക് തോന്നിയിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ കുറേ സ്ഥലത്ത് ഫീൽ ചെയ്തിരുന്നു. ഈവൻ ആളുകളുടെ സീനായാലും ഒരു തുടക്കത്തെ ഒരു പഴയ കാലം കാണിക്കുന്നത്, ഒരു ഐലൻഡിൽ കുറേ പേര് പണിയെടുക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്ന സീനുണ്ട്. ആ സീനിലൊക്കെ മിനിയേച്ചർ ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു, 2D ട്രെയിലർ യൂട്യൂബിൽ, ആ സീൻ തന്നെ അത് കുഴപ്പം തോന്നിയില്ല. പക്ഷേ 3D വിഷ്വലൈസേഷനിൽ വന്നപ്പോഴാണെന്ന് തോന്നുന്നു അത് ഭയങ്കര മിനിയേച്ചർ എലമെൻറ്റ്സ് പോലെ തോന്നി. അതും പ്രൊജക്ഷൻ്റെ കുഴപ്പമാവാം. പിന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു, അതിൽ നമ്മുടെ ടോവിനോ, മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വഞ്ചി തുഴഞ്ഞു പോകുന്നുണ്ട് ഒരാളെ ഇരുത്തിയിട്ട്. ഞാൻ അത് സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ ആരെ ഇരുത്തിയാൽ പോകണമെന്ന് പറയണില്ല. അതിങ്ങനെ വഞ്ചി തുഴഞ്ഞു പോകുമ്പോൾ കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ തുഴയുന്ന സീനാണ്. അപ്പോൾ
കൈയുടെ ഭാഗം ബ്ലർ ആവുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒരു ഗുഹയുടെ ഉള്ളിൽ പോകുമ്പോഴും ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കുന്ന സീനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് എഫക്റ്റ്, ടോർച്ചിൻ്റെ ലൈറ്റ് ഒരു അലൈൻമെൻറ്റ് തെറ്റി കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. അത് പ്രൊജക്ഷൻ്റെ കുഴപ്പമാണോ മേക്കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് പറ്റിയ പ്രോബ്ലം ആണോ എന്നറിയില്ല, അതൊക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ഒരു ടോവിനോ, അതിൽ മെയിൻ വില്ലനായിട്ടൊരു ഫൈറ്റ് ഉണ്ട്, അയാളുടെ തല കയറി ഇടിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു സീനുണ്ട്. അപ്പോൾ അതൊരു കാട്ടിലാണ്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ആ കാട്ടിൽ ഷോർട്ട്സ് എടുത്തേക്കുന്നത് ഡേ ടൈമിൽ എടുത്തേക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണാം. അത് നൈറ്റ് ഷോട്ടായിട്ടാണ് അവർ പറയണമെങ്കിലും ഡേ ടൈമിൽ എടുത്തതിൻ്റെ വെയിലിൻ്റെ പല സീൻസൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കെയർ ആയിരുന്നു. പിന്നെ അത്രയ്ക്ക് രസമായിട്ട് ബാക്കി കാര്യങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്സ് മാത്രം അത് അത്രയ്ക്ക് കെയർ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ആസ് സച്ച് മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇത്രയ്ക്ക് എഫേർട്ടും എല്ലാവരുടെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോഴും ഈ എല്ലാ മൂവിയും കമ്പയർ ചെയ്യുന്നത് ഇതേ ജേണറിലുള്ള വേറെ ഇൻഡസ്ട്രി ആയിട്ടാണ് നമ്മളിപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ കൽക്കി ആയാലും ബാഹുബലി, പിന്നെ ഇംഗ്ലീഷ് മൂവീസ്. നമ്മുടെ ഈ കുറ്റി മൂവി 30 കോടിക്ക് ആണ് അവർ ചിലവാക്കിയിരുന്നത്. 30 കോടിയും 400 കോടി മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ 30 കോടി ഉള്ള മൂവിയിൽ എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് അത് അവർ കാണിച്ചിട്ടുണ്ട് ഈ മൂവിയിൽ. അതുപോലെ നല്ല രസമായിട്ടുള്ള മേക്കിംഗ് ആണ്. സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലേക്ക് ആസ്വാദനം വരാം. പക്ഷേ ആസ് സച്ച് ടെക്നിക്കൽ വൈസ് ഒരു തിയേറ്റർ മൂവി, തിയേറ്റർ എഫക്റ്റുള്ള മൂവി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ മൂവി. സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൂവിയുടെ ആസ്വാദനം വേറെ രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു മൂവി മേക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ മൂവി സാറ്റിസ്ഫൈഡ് ആണ്. ആ ജേണർ എങ്ങനെ വേണം ആ ജേണർ അങ്ങനത്തെ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ഫോർ ദ എഫേർട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനും കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സും ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ കാണണം, അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.